നമ്മുടെ അങ്കമാലി സ്റ്റൈൽ മീൻ മാങ്ങ പാല് പിഴിഞ്ഞത് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ അതിന് മുമ്പും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഒരിക്കൽ കൂടി നമ്മുടെ ഈ സോണിയ മാങ്ങയുടെ ഗുണവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. കാണുക കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. ഒരു സോണിയ മാവിൻ്റെ വർഷം മുഴുവൻ നമുക്ക് മാങ്ങ തരുന്ന, വർഷം മുഴുവൻ പൂക്കുന്ന ഈ ഒരു മാവിൻ്റെ വിശേഷം പങ്കുവച്ചിരുന്നു. ഒത്തിരി പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലരും ആ മാവ് വാങ്ങണമെന്ന് പറഞ്ഞു, പലരുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു, പലരും ഇതിൻ്റെ നല്ല ഗുണങ്ങളും പറഞ്ഞു. അതുപോലെ പുഴു വരുമെന്നൊക്കെ പലരും പറഞ്ഞു. പുഴൊന്നും വരില്ല. അപ്പം ഞാൻ ഈ മാങ്ങ നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ മാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ സമയം നല്ല മൂത്തതും ഉണ്ടാവും, ഇടത്തരം പാകമായതുണ്ടാവും, കണ്ണിമാങ്ങ ഉണ്ടാവും, അതുപോലെ പൂക്കളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ചമ്മന്തിയെങ്കിലും അരയ്ക്കാനുള്ള മാങ്ങ അതിനകത്ത് ഉണ്ടാവും. അതാണ് ഈ മാവിൻ്റെ പ്രത്യേകത. അധികം സ്ഥലമൊന്നും വേണ്ട. നമ്മുടെ ചെറുത്തോട്ടത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ഡ്രമ്മിലോ ഒക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഈ ഒരു സോണിയ മാങ്ങ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വരാലെന്ന് പറയും, ബ്രാല്, ഈ മാങ്ങയും കൂടി അങ്കമാലി സ്റ്റൈലിൽ മാങ്ങക്കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. ഞാൻ ഓരോ മാങ്ങയും നിങ്ങൾക്ക് പൂളി കാണിച്ചു തരാം, അതായത് തൊണ്ട് ചെത്തി പൂളി കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് പുഴു ഇടുന്നുള്ളതും അതുപോലെ അത് എത്രത്തോളം നല്ലൊരു മാങ്ങയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഞാനിതിപ്പോൾ ഇതിൽ നിന്ന് ഒരു 5 മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വിളഞ്ഞ മാങ്ങ തന്നെയാണ്. ഇത് പൂളി അതിൻ്റെ കഷ്ണങ്ങൾ ഇച്ചിരി വലിപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. നിങ്ങളിപ്പോൾ നോക്കിയേ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേടോ അല്ലെങ്കിൽ ആ മാങ്ങയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് നോക്കിയേ. നല്ലൊരു ഇളം മഞ്ഞോടുകൂടി നല്ല ഈ പാകത്തിലാണ് കേട്ടോ നമുക്ക് മാങ്ങ കറി വെക്കേണ്ടത്. കുറച്ചും കൂടി മൂത്താൽ ചെറിയ ഇളം മധുരം വരും കറിക്ക്. അതല്ല, ഇതിലും കുറച്ചുകൂടി മൂപ്പ് കുറവാണെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിലാണെങ്കിൽ കറക്റ്റ് പുളിയിൽ കറക്റ്റ് നല്ല രസത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതേ മാങ്ങയൊക്കെ പുളി അരിഞ്ഞു. യാതൊരു കുഴപ്പമില്ല. നമ്മുടെ മാങ്ങയ്ക്ക് നല്ല കറി വെച്ചാൽ ഉടയാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങയാണ്. ഈ മാങ്ങ പറിക്കുമ്പോൾ തന്നെ ഈ സോണിയയുടെ പ്രത്യേകിച്ച് മാങ്ങ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ തന്നെ കറ നമ്മുടെ എന്താ പറയുക ഒരു മണം ഉണ്ടാവുമല്ലോ മാങ്ങയ്ക്ക്. അതൊരു പ്രത്യേക തരം മണമാണ്. അപ്പോൾ ഈ മാവ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മേടിക്കണം. അപ്പോൾ ഞാൻ ഇതേ മാങ്ങ നന്നായിട്ട് തൊണ്ടൊക്കെ ചെത്തി വൃത്തിയാക്കി അത് ഇത് വെച്ചിട്ടുണ്ട്. ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ ഇത് പൂളുന്നതും അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അരിഞ്ഞതിന് ശേഷം കഴുകുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അരിയുന്നതിന് മുമ്പ് കഴുകിയിട്ടാണ് അരിയുന്നത്. അപ്പോൾ ഇതേപോലെ പൂളി വലിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അരിഞ്ഞ മാങ്ങയിലേക്ക് ഞാൻ ഒരല്പം ഉപ്പിട്ട് ഒന്ന് തിരുമ്മി വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലതാണ്. ഈ ഒരു മാങ്ങ പിന്നെ കഴുകില്ല, ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ കറിയിലേക്ക് ഇടുക. അപ്പോൾ ആ മാങ്ങയിലേക്ക് ഉപ്പൊക്കെ കറി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ കയറുമ്പോൾ തന്നെ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇടത്തരം സവാളയും അത്രയും തന്നെ ക്വാണ്ടിറ്റിയിൽ കിട്ടാവുന്ന രീതിയിൽ ഉള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളിയും സവാളയും പച്ചമുളകും എല്ലാം നീളത്തിൽ തന്നെയാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. അപ്പോൾ 1 കിലോയുടെ അടുത്ത് ബ്രാല് നന്നാക്കി നമ്മൾ കഷ്ണമാക്കിയത് തന്നെ 1 കിലോയുടെ അടുത്തുണ്ട് കേട്ടോ. അതിനാണ് നമ്മളൊരു 5 മാങ്ങ നമ്മളെടുത്തത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത ബ്രാലും മാങ്ങയും മറ്റ് സവാളയും കാര്യങ്ങളൊക്കെ കൂടി നമ്മളൊന്ന് കറി വയ്ക്കാനായിട്ട് പോകുകയാണ്. അതിന് മുമ്പായി നമുക്ക് മസാല കൂട്ടൊന്നും ഒരുക്കേണ്ടതുണ്ട് കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പൊടിച്ച നമ്മുടെ നല്ല നൈസായിട്ടുള്ള പൊടിയാണെങ്കിൽ കൂടിയും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് അരച്ച് മയപ്പെടുത്തിയിട്ടാണ് ചേർക്കാറ്. അപ്പോൾ ഞാൻ ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. സ്പൂണിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ഇതൊക്കെ ഒരു കൈക്കണക്കാണ്. ഇപ്പോൾ 1 കിലോ മീൻ പിന്നെ 4 ഇടത്തരം സ്പൂൺ ഇതാണ് മല്ലിപ്പൊടി ഇട്ടിരിക്കുന്നത്. പിന്നെ എരിവ് നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ചിടാം. ഞങ്ങളിത് കുഞ്ഞ് സ്പൂണാണ് കേട്ടോ എരിവുള്ള മുളക് പൊടിയിൽ ഒരു ടിന്നിലിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറേ അധികം നമ്മൾ ഇടണ്ട. അപ്പോൾ കറിയുടെ ആ ഭംഗി അങ്ങോട്ട് പോകും. ഒരു അത്യാവശ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഞാനൊരല്പം കറിക്ക് ഒരു പ്രത്യേക കളർ കിട്ടാൻ വേണ്ടി ഒരല്പം കാശ്മീരി പൊടിയും കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നല്ല മയത്തിലൊന്ന് പേസ്റ്റായിട്ട് അരച്ച് വയ്ക്കുക. ആ കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടത് ഒരു തേങ്ങയുടെ പാലാണ്. 1-ാം പാല് മാറ്റി വയ്ക്കുക. പിന്നെ 2ഉം 3ഉം ഒരുമിച്ച് നമ്മൾ പിഴിഞ്ഞെടുത്താലും മതിയാകും. ഇനി നമ്മൾ കറി വയ്ക്കാനായിട്ട് എടുക്കുന്ന ചട്ടിയിലേക്ക് ഈ അരിഞ്ഞു വെച്ച എല്ലാ കാര്യങ്ങളും കൂടി ചേർക്കുക. വേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒരുമിച്ച് ചേർക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ചട്ടിയിലൊരു സംഭവം ചെയ്യും. അതാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. ഈ കറിയുടെ ചാറ്, അതായത് അതിൻ്റെ ആ ഗ്രേവി കഴിക്കാനായിരിക്കും കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മളതിനകത്തേക്ക് അതിന് ശേഷം കുറച്ച് കല്ലുപ്പും കൂടി ഇടാം. അപ്പോൾ കല്ലുപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, മാങ്ങയിൽ നമ്മൾ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഉപ്പ് ഒന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. നമ്മുടെ കറിക്ക് നല്ല പാകത്തിനുള്ള ഉപ്പായിരിക്കണം ഇടേണ്ടത്. അതിനുശേഷം അതിനകത്തേക്ക് നല്ല ശുദ്ധമായ കോക്കനട്ട് ഓയിൽ, നമ്മൾ മറ്റുള്ള സൺഫ്ലവർ ഓയിൽ ഒന്നും നമ്മൾ ചേർക്കരുത്.
നല്ല തേങ്ങയുടെ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് മയപ്പെടുത്തുകയാണ്. കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി മയപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർക്കേണ്ടത് കേട്ടോ. മസാലക്കൂട്ട് ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നതിൽ 1/4 പാലെടുത്തിട്ട് കുറച്ച് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ്സും ഒരു ഇതിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അംശം ആദ്യം ചേർക്കണമല്ലോ, അതിന് ഞാൻ ആദ്യം ആ 1/4 പാലിൻ്റെ കുറച്ച് ഒഴിക്കും. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കുകയാണ്. മാങ്ങ നമ്മൾ അരിഞ്ഞിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അത് കൂടുതൽ ഉപ്പ് തിരുമ്മി നമ്മൾ വെച്ചേക്കരുത്. അപ്പോൾ ഇതേ മാങ്ങ ചേർത്തു. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടി ചേർക്കാം. അപ്പോൾ മീൻ ഇങ്ങനെ ചേർത്തതിന് ശേഷമേ നമ്മൾ വീണ്ടും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2/4 പാലും 3/4 പാലും ഉണ്ടല്ലോ തേങ്ങയുടെ എടുത്തു വെച്ചിരിക്കുന്ന, അത് നന്നായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം, നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വയ്ക്കുക. ഇടയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് മാറാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലുള്ള സ്റ്റൗവിൽ നമ്മൾ വെക്കാൻ നോക്കുക. ഒരു പ്രാവശ്യം നന്നായിട്ട് തീ കൂട്ടിയിട്ട് തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് തീ കുറച്ചിടാം. അപ്പോൾ മൂടി വെച്ച് നമ്മൾ ആ ഒരു തള വരുന്നത് വരെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തള വന്നതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ഞാൻ അതൊന്ന് മൂടി വെച്ചു. അതിനുശേഷം മാങ്ങ നോക്കി, ഇത്രയും നേരം നമ്മൾ കറി ഒരു 10-15 മിനിറ്റോളം നമ്മൾ കറി അടുപ്പത്തുണ്ടായിരുന്നു. മാങ്ങയൊന്നും അലന്നിട്ടില്ല, നല്ല സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/4 പാൽ ചേർത്ത് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഒരു ചെറിയൊരു തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈ സമയത്ത് കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ. ഉപ്പ് എന്ത് പോരായ്മയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഉള്ളി വട്ടത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ വറ്റൽമുളകും വേപ്പിലയും കൂടി ഒന്ന് ചെറുതീയിൽ മൂപ്പിച്ച് നമുക്ക് ഈ കറിയിലേക്ക് താളിച്ചൊഴിച്ചാൽ കറി സെറ്റാണ്. താളിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരത്തേക്ക് അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് തോന്നുന്നു അന്ന് എടുക്കുന്നതിലും കുറച്ചും കൂടി ടേസ്റ്റ് പിറ്റേ ദിവസം എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് കറി വെച്ച് നോക്കട്ടോ. വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കറി വയ്ക്കാനും ചമ്മന്തി അരയ്ക്കാനും ഒക്കെ ഒരു ചെറിയ മാവ് നമ്മുടെ ചെറിയ പരിമിതമായ സ്ഥലത്തുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിന് ഏറ്റവും നല്ലൊരു മാവായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഈ മാവ് എൻ്റെ ഗുണം അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.